ിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ മെൻ്റൽ സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക്ക് ഫ്രണ്ട്സായി ഞങ്ങൾ. കുറേ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, ഇങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ച് എനിക്ക്. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം 1 വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക്ക് ഫ്രണ്ട്സായി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് വന്ന ഒരു വലിയൊരു മനുഷ്യൻ. വഴക്കുകളുണ്ടാ, പക്ഷേ ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഡയലോഗ് എവിടെയാണ്? കിട്ടി. ആ കണ്ടാലി. എനിക്ക് അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. നടിയല്ലേ, തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അല്ല പാത്തോ, ഒരു സംശയം. ഇത് കഴിഞ്ഞിട്ടൊരു ഓഡിയോ വന്നില്ല. നീ എൻ്റെ ഒരു സൂനെടുത്ത് ഉള്ളിലിട്ട കഥ പറയാനിട്ട് നമ്മൾ ഈ കോയി എന്നൊക്കെ പറയുന്നല്ലേ, പൂവൻ കോയല്ല കേട്ടോ. നീ അറിയപ്പെടുന്നൊരു പരക്കോയ്യാ. എന്നാലും ആ ഫിറോസൊക്കെ ഭയങ്കര ലക്കാട്ടോ. രക്ഷപ്പെട്ടു പോയാൻ്റെ അല്ലെങ്കിലും ഇപ്പോ പ്രസന്റ്ലി ഫിറോസ് ഒന്നും പിക്ചറിലില്ല കേട്ടോ. ആരൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ ദിയ സെനയും പിന്നെ സജനയും ഡയറക്റ്റാണ് ഇപ്പൊ ഫൈറ്റ്, സോഷ്യൽ മീഡിയ ഫൈറ്റ്. ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. കണ്ടോളി. പിന്നെ നീ പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു, ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു. അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ, നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത് സജനയുടെ MDMA ചലഞ്ചാണ്. നമ്മൾ പലതരം ചലഞ്ചുകൾ കണ്ടിട്ടുണ്ട്. ഇതാണ് MDMA ചലഞ്ച്. ഇത് സജനയുടെ ചലഞ്ച്. ഇനി അപ്പുറത്തുള്ള അമ്മായിയുടെ വേറൊരു ചലഞ്ച് ഉണ്ട്, അതും കണ്ടാൽ ഇതാ. ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ, അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം. ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. 1 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡിഫോമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എന്റെ മാനം നശിപ്പിച്ചതിന് അവരെ 10 ഉറുപ്പ് എടുത്തിട്ട് ഉച്ചക്കലത്തെ ഞമ്മ മേടിക്കാത്ത സ്വഭാവമുള്ള ആൾക്കാരും അതൊക്കെ. അതുകൊണ്ടല്ലേ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണമെങ്കിൽ താങ്കൾ പോക്കറ്റിൽ നിന്ന് കൈയെടുത്തോ എന്ന് ടെസ്റ്റ് ചെയ്താണ്. ഇനി MLA മാർക്ക് വേണമെങ്കിലും നിങ്ങൾ പിരിവിട്ടിട്ട് വേണമെങ്കിലും അത് ടെസ്റ്റ് ചെയ്താണ്. അല്ലാണ്ട് ഒരു കട്ടൻ സുലൈമാന് പോലും, കട്ടൻ ചായ പോലും കാശ് കൊടുത്ത് മേടിക്കാത്ത എന്നോടാണ് നിങ്ങൾ ടെസ്റ്റ് റിപ്പോർട്ട് അറിയാൻ പറഞ്ഞത്. പിന്നെ 2 കോടിയൊക്കെ തന്നാൽ നമ്മൾ ഓട്ടി വന്ന് മേടിക്കും. കൈൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെയാണ്. വെരി സിമ്പിൾ. എന്തായാലും ഇവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസുകാരും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനൊരു അവസാനം വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 2 സോഷ്യൽ മീഡിയ താരങ്ങൾ ഇരുന്ന്
വിളിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ് സമൂഹത്തോടും ഇവിടുത്തെ നിയമങ്ങളോടും ഇവിടുത്തെ മറ്റു ആ ചിന്തകളോടും വിശ്വാസങ്ങളോടും എല്ലായിരുന്നു വളരെ ശക്തമായി രസകരമായിരുന്നു വെല്ലുവിളിക്കുകയാണ്. MDMA ചലഞ്ചുമായി 2 സോഷ്യൽ മീഡിയ താരങ്ങൾ. ഫിറോസെ, സത്യസന്ധമായിട്ട് പറഞ്ഞ നീ രക്ഷപ്പെട്ടുട്ടോ. ഈ ജാതി മുതലിന്റെ കൂടിയൊക്കെ 10 വർഷം ഞാൻ ഇടയ്ക്കിടയ്ക്കിടെ ആലോചിച്ചിങ്ങനെ ഞെട്ടും. ലോകത്ത് അറിയപ്പെടുന്ന ഇന്റർനാഷണലി ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു തരം പറ്റിച്ചു. പിന്നെ നിന്റെ കാര്യം ഫിറോസെ, നീ ദൈവത്തിനോട് നന്ദി പറഞ്ഞോളൂ. ഇജാതി മുതലിന്റെ എന്നൊക്കെ നീ രക്ഷപ്പെട്ടതാണ്, ഭാഗ്യവാനാണ്. ഇപ്പൊ കാണുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇപ്പൊ നീയാണ്, ശരിയല്ലേ?